ഇന്നെന്തോ ഭാഗ്യത്തിനില്ലേ നൂൽപുട്ട് അടിപൊളിയായിട്ടോ. അല്ലെങ്കിൽ നൂൽപുട്ട് ഉണ്ടാക്കുമ്പോൾ ശരിയാവേ ചെയ്യില്ല. ഞാൻ ഉണ്ടാക്കുമ്പോൾ കേട്ടോ, പക്ഷെ ഇന്ന് ശരിയാവാൻ തുടങ്ങി. ഇനി ഓൺലൈനിൽ ഇത് തിരിക്കുന്ന സാധനമുണ്ട്. എൻ്റെ അമ്മയ്ക്ക് എത്ര എളുപ്പം കഴിയുമെന്നറിയാം നൂൽപുട്ട് ഉണ്ടാക്കൽ. ആരെ എല്ലാവരും ഉണ്ട് ഇത്രേ, എല്ലാവരും ഉണ്ട് ഇത്രേന്ന്, എല്ലാവരും വരുന്നുണ്ടോന്ന് മക്കള്. അതാ അച്ചു അമ്മായിടോടേക്ക് പോകാറുണ്ട്. കിച്ചു ദിവസം എന്നാ അവർ വരുന്നു, ഇക്കൊന്ന് പോണോ പറഞ്ഞിട്ടാണ് അവൻ്റെത്. അമ്മു ഇനി റിസൾട്ട് അറിയാതെ എവിടേക്കും ഇല്ല അത്രേ. അമ്മുവിൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ടേ ഉള്ളൂ എന്ന്. ഇന്നലെ എവിടേക്കെങ്കിലും പോണ്ട, ഇനി ഞാൻ റിസൾട്ട് അറിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ വരിക. എനിക്കൊരു ടെൻഷൻ, അവൾക്ക് റിസൾട്ട് അറിയണ്ട. നിങ്ങൾ പൊക്കോളി, ഞാൻ ചെയ്തോളാം പണിയൊക്കെ. ഇപ്പം നിങ്ങൾ പുറപ്പെടാൻ നിന്നാലാണ് 10 മണിക്ക് നിങ്ങളുടെ ആവുള്ളൂ. ചോറും കൂട്ടാനും വയ്ക്കലൊക്കെ അല്ലേ, ഇടിക്കലും തുടയ്ക്കലും വേഗം കഴിയും. ചിക്കൻ വാങ്ങിക്കൊണ്ടിട്ടുണ്ട്, അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാം. ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് നിങ്ങൾ ഉണ്ടാവില്ലല്ലോ അല്ലേ, ഇപ്പോൾ വറട്ടാം. ഞാൻ കുമ്പളങ്ങയും കോഴിയും വെക്കണം വിചാരിച്ചാണ് കേട്ടോ. കുറേ നമ്മൾ കുമ്പളങ്ങയും കോഴിയും വെച്ചിട്ട് അല്ലേ. അയ്യോ പേടിക്കും ഇപ്പോൾ ടെൻഷനാവാൻ തുടങ്ങിയിട്ടോ. 4-ാം തീയതി ആയില്ലേ എൻ്റെ അമ്മൂൻ്റെ റിസൾട്ട്. മനസ്സിക്കൊരു ടെൻഷൻ. അവൾക്ക് പറ്റണ പോലെ അവൾ പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നാലും ചെറിയൊരിത്. എല്ലാവരും ഇങ്ങനെ ചോദിക്കില്ലേ, ചേച്ചി റിസൾട്ടായോ എന്താണ് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ചെറിയൊരു പേടി. അമ്മ പറയും, അമ്മ എന്തിനാ പേടിക്കണ്, കിട്ടേണ്ടത് കിട്ടുന്നു. എന്താ വെച്ചിട്ടാ നമ്മുടെ കുട്ടി പല്ലി വെക്കി ഈ പോണില്ലേ അമ്മയുടെ അവിടേക്ക്? അത് ഇവിടെ എന്തെങ്കിലും വെച്ച് ഒട്ടിച്ചു, ഈ കമ്മൽ മാത്രമേ പോണ്ടുള്ളൂ. ഉരുളക്കിഴങ്ങും കൊണ്ട് കറി ഉണ്ടാക്കിയതാണ് കേട്ടോ. തേങ്ങ അരയ്ക്കാണ്ട്. നമ്മൾ നൂൽപുട്ടിലൊന്നും തേങ്ങ ഇട്ടിട്ടില്ല. ഇതായി നൂൽപുട്ടായി, കണ്ടില്ലേ. നൂൽപുട്ട് വേണ്ടാണ്ട് ചോറ് കഴിച്ചിട്ട് പാത്രം കൊണ്ട് വെച്ചിരിക്കണ്. ചോറും പഴുത്ത മാങ്ങല്ലേ, ഇന്നലെ മോര് കൂട്ടാൻ വെച്ചതാണ് കേട്ടോ. അതാ ചായ തരാം. പോവാൻ പുറപ്പെടൽ കഴിഞ്ഞു ഓരോരുത്തരുടെ. അല്ലേ കിച്ചിട്ടാ? കിച്ചു ഇങ്ങനെ വെച്ചൊക്കെ ഇട്ടിട്ട് പോകും. കിച്ചു ചെറിയ നൂൽപുട്ടാട്ടോ. തേങ്ങ ഒന്നും കൂടി ഇതാവും. ഇതിൽ ചാറ് ഒഴിക്കട്ടെ. തലമുടിയൊക്കെ ചെയ്യുന്നത് ചെരുപ്പിട്. ഈ കഴിക്കലും കഴിഞ്ഞോ? ചായ ചൂടാ ചേര. കുട്ടികളൊക്കെ പോയിട്ടാ, കുട്ടികളും സുകന്യൊക്കെ പോയി. അമ്മ പോയില്ല. അമ്മ പോണില്ല, പിന്നെ ഒരു ദിവസം പോകാനിട്ട്. അപ്പോൾ അതാ ചിക്കൻ കറി വയ്ക്കുക. നമ്മൾ കുറേ നേരം പിന്നെ വീഡിയോ എടുത്തില്ല. ചോറായി, ചിക്കനും കറി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കലാപരിപാടികൾ കഴിയും. ഉച്ചത്തേക്കുള്ളത് കേട്ടോ. ഇന്ന് വൈകുന്നേരത്തേക്കും കൂടി ഉള്ളതാണല്ലോ അമ്മ. എന്ത് ചോറും കൂട്ടാനൊക്കെ ഇനിയിപ്പോൾ എന്താ വൈകുന്നേരം ആകുമ്പോൾ ആദ്യം സമയം എത്രയായില്ല. ഇന്നിപ്പോൾ ആളില്ലല്ലോ. ഇന്നിപ്പോൾ ആരുമില്ല. ഇപ്പോൾ അത് വിചാരിച്ചിട്ടാണ് നേരത്തെ അരി ഇടാഞ്ഞത്. നൂൽപുട്ടുണ്ടാക്കിയില്ലേ, അപ്പോൾ കുറച്ച് വെള്ളച്ചോറുണ്ടായിരുന്നു. അമ്മ പോയി കുളിച്ചാൽ ചുക്ക് വെള്ളം അതാ തിളച്ച് കിടക്കണം. അതിൽ തോനെ വെള്ളം വെച്ചു കേട്ടോ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് നമ്മുടെ പൈപ്പിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. ഇന്ന് ചിലപ്പോൾ നിൽക്കുന്നുണ്ടാവും. എന്താ അമ്മോടെ കോഴിയോ? അവിടെ വെള്ളം നിറയാൻ വെച്ചിട്ടുണ്ടാവും. എടുത്ത് നിറഞ്ഞാൽ നോക്കും അമ്മോ. എന്താ ചൂട് വെച്ചിട്ടാണ്, നല്ല ചൂട്. നമ്മുടെ പ്ലാവത്തെ ചക്ക കണ്ടോ പിന്നെയും വീണിട്ട്. അത് റോഡിൻ്റെ അപ്പുറത്തെ ചാലിലുണ്ട് കേട്ടോ വീണ് കിടക്കണത്. പഴുത്തയൊക്കെ അല്ലേ ഇത്? പഴുത്തിറക്കണം.
ഇന്നലെ വെച്ചത് കുറച്ച് വൈകുന്നേരത്ത് വേവിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടോ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഇനി അത് ഒന്നും കൂടി ഇത് കഴിഞ്ഞിട്ട് വേണം അടുപ്പിൻ്റെ മുകളിൽ വെക്കാൻ. അത് വേവിച്ചിട്ട് അപ്പമൊക്കെ ഉണ്ടാക്കാമല്ലേ. വരട്ടണമെങ്കിൽ അത് രണ്ട് സൈഡും നല്ല പഴുക്കാൻ പാടില്ലല്ലോ. വരട്ടാൻ പഴുത്താപ്പം എന്താ, എങ്ങനെയാണെങ്കിലും അത് ഉടച്ച് മിക്സിയിൽ അടിച്ചാൽ മതിയോ? കേട് വരില്ലേ? അതിപ്പോൾ അതിന് കുറേ ദിവസം എടുത്ത് വയ്ക്കാനൊന്നല്ലല്ലോ, അതിപ്പോൾ അപ്പോഴത്തെ ആവശ്യത്തിനല്ലേ. ചക്ക വരട്ടണം, കുറച്ച് നെയ്യും ശർക്കരയൊക്കെ വാങ്ങിയിട്ട്. പക്ഷെ ഇപ്പോൾ കുട്ടികളുള്ളത് കൊണ്ടില്ലേ വെറുതെ വേവിച്ചിട്ട് ഇനി ശർക്കര ഇട്ടിട്ട് ഇങ്ങനെ നെയ്യ് ഒഴിച്ചിട്ട് കൊടുക്കുക വെച്ചാൽ അവർ കഴിക്കട്ടോ. മധുരമല്ലേ, വരട്ടാൻ നല്ല പണിയാണ്. കുറേ നേരം ഇളക്കി 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 ശരിയാക്കണം. ആദ്യം ഇവിടെ അമ്മ മിക്സിയിൽ അടിക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ. രണ്ട് സൈഡും ഇങ്ങനെ രണ്ട് സൈഡും മുറിച്ചിട്ട് എന്താ നല്ല ചൂലിൻ്റെ ഇറുക്കിൽ ചീന്തിയിട്ട് ഇങ്ങനെ കുത്തില്ല മുടയ്ക്കാൻ. ഉടക്കി തന്നെ ചെയ്യാറ് ഇപ്പോഴല്ലേ ഇപ്പം മിക്സിയിൽ അടിക്കുള്ളൂ. പക്ഷെ അങ്ങനെ ഉടച്ചിട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണെങ്കിലും ശകരെങ്കിലുമൊക്കെ കഷ്ണം കിടക്കും. പക്ഷേ അത് ഒരു പ്രാവശ്യം ഇവിടുത്തെ അനിയൻ ഗൾഫിലായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ അനിയട്ടെ ഗൾഫിലായിരുന്നു. അപ്പോൾ അവന് ചക്ക കിട്ടില്ലല്ലോ. അമ്മ എന്നിട്ട് ചക്ക വരട്ടിയിട്ട് അന്ന് ഫ്രിഡ്ജും കൂടി ഇല്ല അല്ലേ, ഫ്രിഡ്ജ് ഉണ്ട് അല്ലേ, അന്ന് എടുത്തിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നു. അതുപോലെ മകൻ ഉണ്ടാക്കുന്നുണ്ട്. നാളെ പോയപ്പോൾ ഇങ്ങനെ കർമ്മനായിട്ട് ഇരിക്കുന്നു. അപ്പോഴൊക്കെന്താ പിന്നെ അതങ്ങനെ ആക്കുമ്പോൾ വെല്ലം ഇട്ടിടാണ്ടേ അല്ലെങ്കിലും ഇത് കുറേ നേരം ഇങ്ങനെ വലിച്ച് 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 ഇങ്ങനെ കടന്നു കഴിഞ്ഞു വെച്ചാൽ നല്ല കറുപ്പ് കളറാവും കേട്ടോ, കറുത്ത അലുവ പോലെ. പുളിപ്പ് എന്നിട്ട് നല്ല മണമൊക്കെ ഇരിക്കും. എനിക്ക് ആദ്യം ഇഷ്ടമേ ഉണ്ടായിരുന്നില്ല ഈ ചക്ക വരട്ടിയത്. ഇപ്പം ഭയങ്കര ഇഷ്ടമാട്ടോ. എൻ്റെ വീട്ടിൽ പിന്നെ ഇങ്ങനെ വരട്ടി വെക്കുകയൊന്നും ചെയ്യില്ല, അമ്മയ്ക്ക് ഒഴിവുണ്ടാവില്ലല്ലോ. അപ്പോൾ എന്താ കഴിക്കാൻ തോന്നുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാം, വേഗം ഉണ്ടാക്കുക, എന്നിട്ട് അതിൽ മധുരവും അതേപോലെ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് സ്പൂണും കൂടെ കോരിത്തരാനയക്കും. ഇവിടെ വന്ന് അങ്ങനെ കട്ടയാക്കി വയ്ക്കും. അതാണ് അവിടെ പിന്നെ അങ്ങനെ കട്ടയാക്കാനൊന്നും കൊടുക്കില്ല. എന്നിട്ട് അതും കൂടെ പായസവും വയ്ക്കും. മതി, ഇത് മതി. അപ്പം ഉണ്ടാക്കും, നല്ല ടേസ്റ്റ് ആട്ടോ. എനിക്ക് ചക്കപ്പായസം ഭയങ്കര ഇഷ്ടമാണ്. ചക്കപ്പായസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ചക്ക മാത്രമായിട്ടല്ല, പച്ചരിയും ചക്കിയിട്ടിട്ട് അമ്മ പായസം വയ്ക്കും. ആ പായസം നല്ല ടേസ്റ്റ് ആട്ടോ. അല്ലാതെ വെറുതെ ഒന്നുമില്ലാണ്ട് നമ്മൾ ചക്ക മാത്രം ഇട്ടിട്ട് പായസം വെക്കില്ലേ, അതിഷ്ടമല്ല. ഒരു പുളിപ്പ് പോലെ തോന്നുള്ളൂ അല്ലേ, മധുരവും പുളിപ്പും. പച്ചരി ഇട്ടിട്ട് വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വെച്ച് തന്നു കേട്ടോ. ഇപ്രാവശ്യം വെക്കുമ്പോൾ ഞാൻ വീഡിയോ കാണിച്ചു തരാം. ഇത്രയും വേണ്ട, ഇത് മതി. ഉള്ളി ഒരുപാട് വേണ്ട. ചിക്കൻ പെങ്ങളും കുട്ടികളും പോയി കഴിഞ്ഞിട്ട് ഇപ്പോഴാട്ടോ വാങ്ങണത്. അവർ പോയിട്ട് ഒരാഴ്ച ആയിട്ടൊന്നുമില്ല. അപ്പോൾ അമ്മൂനൊക്കെ ഇന്നലെ ഇപ്പം തന്നെ പറഞ്ഞിരുന്നു ചിക്കൻ വാങ്ങണില്ലേ ഞായറാഴ്ച എന്നുള്ളത്. പിന്നെ ഞായറാഴ്ച നമുക്ക് എന്തെങ്കിലും വേണമല്ലോ. പക്ഷെ ഇന്ന് ഇവർ അങ്ങോട്ട് എല്ലാവരും പോകുന്ന വിചാരിച്ചില്ല. എന്നാൽ വൈകുന്നേരം ആകുമ്പോഴേ വാങ്ങുള്ളൂ. വൈകുന്നേരത്തല്ലേ എല്ലാവരും ഉണ്ടാവുക. മോരിക്കൂട്ടാൻ്റെ എന്തേനും അമ്മ എവിടേക്കും പോകാത്തതെന്നാ പറയുക, റിസൾട്ട് കാത്ത് കേട്ടോ. റിസൾട്ട് കിട്ടിയിട്ടേ ഉള്ളൂ അത്രേ. അവൾ എന്തെങ്കിലും ചെയ്യുക. 10-ാം തീയതി ഇതാ അമ്മ നാളെ പോവും. അവിടെ അമ്പലത്തിൽ പരിപാടി ഉണ്ട് കേട്ടോ, അനിയൻ്റെ വീടിൻ്റെ അപ്പുറത്ത്. എന്താ പറയുക, തൊട്ടടുത്ത് തന്നെ അല്ലേ, അവരുടെ വീട് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിൽ നാളെ ഒരമ്പലം പറഞ്ഞാൽ എന്താ പറയുക, എന്താ അമ്പലത്തിൻ്റെ പേരിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇവിടെ കാളിക്കാവ് എന്നാണ് പറയുക. അതിന് ശരിക്കുള്ള പേരെന്താ? എന്താ ഞാൻ തന്നെ പറഞ്ഞു മറന്നു. ചെറുകുന്നിലമ്മേ ആണോ? നമ്മളിവിടെ കാളിക്കാവ് പറഞ്ഞിട്ടേ നമുക്കതേ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ പുനഃപ്രതി മുമ്പേ ഉണ്ടായിരുന്ന വെളിച്ചപ്പാടിനെ പറയുകയാണ് അങ്ങനെ. അപ്പോൾ എനിക്ക് അങ്ങനെ മകനാണ് വെളിച്ചപ്പാട്, എനിക്കും അങ്ങനെ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ 5 ദിവസത്തെ പരിപാടിയൊക്കെ ഉണ്ട്. നാളെ മുതൽ തുടങ്ങും. അപ്പം അതിൻ്റെ അവിടെ അന്നദാനവും നല്ല ഗംഭീര പരിപാടിയാണ് കേട്ടോ. നമ്മൾ പോവുകയാണോ എന്ന് വെച്ചാൽ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കുറച്ചൊക്കെ ഉൾപ്പെടുത്തി കാണിച്ചു തരാം. നമ്മുടെ വീടിൽ നിന്ന് 1 കിലോമീറ്റർ അപ്പുറം, 1 കിലോമീറ്റർ ഉണ്ടാവില്ലേ? പറയുണ്ടാവുമോ? ഇവിടുന്നിപ്പോൾ അങ്ങോട്ട് എത്ര വഴിയുണ്ട്? അടുത്തന്നെയാണ്. അപ്പോൾ അവിടുത്തെ പരിപാടിയാണ്. ഇത്രയും അമ്മ അവിടെ 5-6 മാസം പോയി നിന്നല്ലേ. അപ്പം ഇനി ഒരു 3-4 ദിവസം അവിടെ ആയിരിക്കും.
ഇല്ലമ്മ അത് കഴിഞ്ഞിട്ടേ വരുള്ളൂ. ആ അത് കഴിഞ്ഞിട്ടന്നെ വരും. ഇത് കഴിഞ്ഞിട്ട് വരാ പറഞ്ഞിട്ടൊന്ന് പോകുന്നു. ഇനി എല്ലാവരും ചോദിക്കേ ഇപ്പൊ ചേച്ചി അമ്മ എവിടെ അമ്മേനെ കാണാതെ കഴിഞ്ഞ അതിന് വരാ പറഞ്ഞിട്ട് ഇങ്ങനെ അന്ന് 4 ദിവസം രാവിലെ വന്നല്ലേ ടീച്ചറുണ്ട്. പിന്നപ്പോൾ പോയി 2 ആഴ്ച 2 പ്രാവശ്യം പോവുകയൊക്കെ ചെയ്തു. കുരുമുളക്, മുളക് പൊടി, മല്ലിപ്പൊടി അപ്പോൾ നമ്മളൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് അരച്ചെടുത്തതാട്ടോ. ആ കുരുമുളക് ഒരു ഡപ്പയിലാക്കി വെക്കണം. കയ്യിലിട്ട് കേട്ടോ ചോറ് എന്തെങ്കിലും ആക്കി വെച്ചാണ്. ആ പ്ലാസ്റ്റിക്കിൻ്റെ മുറം മേടിച്ചാൽ മതിയോ പോണാടുമ്പോൾ? അതാണ് കുറച്ച് വെള്ളം ഒഴിക്കണം. എന്താണെന്ന് അറിയാം, ചട്ടിയിലായതുകൊണ്ടേ എൻ്റെ ചിക്കെടുത്ത് കേട്ടോ. നമ്മൾ ചിക്കിട്ട് കൊടുക്കണ്ടേ. ഇവിടെ ഇപ്പോൾ മീൻ വാങ്ങിയിരുന്നു കേട്ടോ, മത്തി. മിഞ്ഞാന്ന് എന്നാ വാങ്ങി? മിഞ്ഞാന്നല്ലേ? മിഞ്ഞാന്നന്തിയാകുമ്പോൾ തന്നെ മത്തി വാങ്ങിയിരുന്നു. അപ്പോൾ മത്തി വാങ്ങിയപ്പോൾ കുട്ടികളൊന്നും അങ്ങനെ കഴിച്ചില്ല കേട്ടോ. പിന്നെ ഞണ്ട് കൊണ്ടുവന്നിരുന്നു, അത് കഴിച്ചില്ല. പെണ്ണിനിപ്പോൾ അമ്മൂന് അതെ പെണ്ണിന് വരണമെന്നുണ്ടാവും. ഉണ്ണിപ്പടിനല്ലേ ചിലപ്പോൾ വരുന്നുണ്ടാവും. അച്ഛന് അവൾക്ക് അവർ 2 ആളും കൂടി നല്ല കൂട്ടാട്ടോ അവർ. എന്താ പെങ്ങളുടെ കുട്ടി നമ്മുടെ അച്ചുട്ടിയും ഇണക്കുരുവികളെ പോലെയാണ് ഇവിടെ. അവർ വന്നു കഴിഞ്ഞാൽ ഒപ്പാണ് ഭക്ഷണം കഴിക്കുള്ളൂ, ഒപ്പാണ് കടന്നുറങ്ങണത്, കുളി എല്ലാം ഒപ്പേ ചെയ്യുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം ഇപ്പോൾ പോയിട്ട് ഒരാഴ്ച നിൽക്കണം. അമ്മൂൻ്റെ അമ്മ പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ട് നമുക്ക് ആഘോഷിച്ചിട്ട് പോവാന്ന്. 9-ാം തീയതി. അവളാകെ ടെൻഷൻ അടിച്ചിട്ട് നിൽക്കുകയാണ്. അവൾ ഉപ്പിട്ടിട്ടില്ല കേട്ടാ, ഉപ്പിട്ട് കൊടുക്കട്ടെ. അപ്പയ്ക്കും കഴിയില്ലല്ലോ, 10-ാം തീയതി അല്ലേ കഴിയുള്ളൂ. അമ്മ ആകെ എന്താ ഏട്ടൻ്റെ കുട്ടിയുണ്ട് കേട്ടോ, 2ാമത്തെ കുട്ടി. അവൻ പറയുന്നത് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയണമെന്നറിയോ, അമ്മു ജയിക്കും, എനിക്ക് അത്ര മാർക്ക് ഉണ്ടാവില്ല. അമ്മു പറയും അച്ചുവേട്ടന് നല്ല മാർക്ക് ഉണ്ടാവും, എനിക്ക് മാർക്ക് കമ്മിയാവുമെന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ കേക്ക് മുറിക്കണ്ടേ, എന്താ പറയണമെന്ന് അറിയോ, കല്യാണ വാർഷികമായിട്ടോ ഞങ്ങളുടെ. അപ്പോൾ പറയുന്നത് അമ്മായി അതിനൊന്നല്ല, അമ്മൂൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ട് നമുക്ക് കേക്ക് മുറിക്കാന്ന്. ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. അവൾ മിഞ്ഞാന്ന് രാത്രി ഉറങ്ങിയിട്ടില്ലാത്ര അമ്മ, സ്വപ്നം കണ്ടു പറഞ്ഞിട്ട്. ഞാൻ പറയണേ കിട്ടേണ്ടത് അവരവർ പഠിച്ച മാർക്ക് കിട്ടും. നമ്മളിപ്പോൾ ടെൻഷൻ അടിച്ചിട്ട് എന്താ, അവൾക്ക് എന്താ പ്രശ്നം എന്നറിയോ, ഈ കമൻറ്റിൽ കൂടെ ഇങ്ങനെ ചോദിക്കില്ലേ റിസൾട്ട് എന്തായി വന്നോ എന്നൊക്കെ ചോദിക്കില്ലേ, അതൊക്കെ അവൾ കാണുമ്പോഴേ അപ്പോൾ അവൾ പറയണേ എല്ലാവരും ചോദിക്കില്ലേലേ ഇതന്നെയാണ് ചിന്ത കേട്ടോ. നമ്മൾ ഉപ്പിട്ടു, പാത്രത്തിൽ വെള്ളം ഒഴിച്ചു, ഇത് കടന്നു വേവട്ടെ. അതുണ്ടോ. ഇനി നമ്മളിതിൽ പകുതി വേവാറുമ്പോൾ ചിക്കൻ മസാല ഇട്ട് കൊടുക്കണം കേട്ടോ. ഞങ്ങളുടെ കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. കുറച്ച് നൂൽപുട്ട് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ നൂൽപുട്ടും ചിക്കൻ കറിയും കഴിച്ചു. ഇപ്പോൾ ആരുമില്ലല്ലോ. അപ്പോൾ പൈപ്പിൽ വെള്ളം നിന്നു. വെള്ളം നിൽക്കുന്നതിൻ്റെ മുമ്പ് തന്നെ കുറേ തുണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ തിരുമ്പിയിട്ടു. ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഇതാ ബാക്കി കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പറയുക, കുറച്ച് നേരം ഇരിക്കണം. ഞായറാഴ്ച ദിവസം എല്ലാവരും പറയും വേഗം പണിയെടുക്കണം. ഞായറാഴ്ച ദിവസമാണ് ഏറ്റവും കൂടുതൽ പണിയുള്ള ദിവസം എനിക്ക് തോന്നാറുണ്ട്. കാരണം നമ്മൾ നീച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം വൈകിട്ടാണ് നീച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ മെല്ലെ മെല്ലതായിട്ട് എന്തെങ്കിലും സ്പെഷ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട് പണി കൂടുതലായിരിക്കും. ചിലപ്പോൾ മീനും കൊണ്ടുവരും, ചിലപ്പോൾ അറിയാണ്ട് 2 പേരും ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട് കേട്ടോ. ഒരാൾ മീൻ കൊണ്ടുവരും, ഒരാൾ ഇറച്ചി കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരുമ്പോൾ രണ്ടും നമ്മൾ ചെയ്യണ്ടേ. അപ്പോൾ ഇന്ന് ചിക്കൻ മാത്രമേ ഉള്ളൂ, പിന്നെ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തേക്കുള്ള ചോറും കറിയൊക്കെ ആയി. ഇപ്പോൾ വൈകുന്നേരം ചിക്കനുള്ളത് കൊണ്ട് ചിലപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കണം. ചപ്പാത്തിയും ചിക്കൻ കറിയും നല്ല രസമല്ലേ, ഉണ്ടാക്കണം. വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം.